ചെയ്യേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ച് ഇതിനെ നല്ല ഒരു ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് കാണുന്നതിൽ ഞാൻ എടുത്ത ആ തീരുമാനം വളരെ ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നതാണ്. ഇനി ഈ സ്കൂളിൻ്റെ ഇപ്പം വാർഷികമാണ് കൊണ്ടാടുന്നത്. ഒരു വാർഷികം കൊണ്ടാടുക എന്നുള്ളത് ഏത് സ്ഥാപനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമായ ഒന്നാണ്. കാരണം ഒരു കൊല്ലത്തെ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അത് പൊതുജനങ്ങൾക്ക് അറിയുവാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും എല്ലാ ഒരു വേദി ഒരുക്കുന്നു. അത് കൂടുതൽ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പൊതുജനങ്ങളുമായുള്ള സമ്പർക്കത്തിൻ്റെ ഒരു വേദിയാവും. പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള സ്കൂളും മുസ്ലിം സമുദായത്തിന് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, വലിയ ബോധം വന്നിട്ടുണ്ട്. 1990 ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ സ്ഥാപിക്കുമ്പോൾ വളരെ ദയനീയമായ സ്ഥിതിയായിരുന്നു. വിദ്യാഭ്യാസപരമായിട്ടുള്ള ബോധം വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ വേറൊരവസ്ഥ ഫീൽ ചെയ്തത് പല പഠിക്കാൻ മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികൾ പലരും ദരിദ്രന്മാരാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സാഹചര്യം അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു അനിവാര്യമായ കടമയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അസോസിയേഷൻ സ്ഥാപിച്ചപ്പോൾ ആദ്യം ഈ സ്കോളർഷിപ്പ് പദ്ധതി തുടങ്ങിയത്. സ്കോളർഷിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക, പഠിക്കുക. അത് പ്രയോജനപ്പെടുത്തിയ ജീവിതത്തിൻ്റെ പല മേഖലയിലും നല്ല ഉന്നതിയിലേക്ക് എത്തിയ ധാരാളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. California sunshine.
love and monumentally strong free drugs. Free drugs, free drugs, free drugs, free drugs, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രവി മാസ്റ്റർ, ഇവിടെ ഇന്ന് എത്തിയ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, PTA പ്രതിനിധികളെ, HM, മറ്റു പ്രിയപ്പെട്ടവരെ, കമാലിയ മദ്രസ AUP സ്കൂൾ നമ്മുടെ നാടിനോളം പാരമ്പര്യമുള്ള, നാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ കമാലിയ മദ്രസ AUP സ്കൂൾ, നമുക്കെല്ലാവർക്കും, നാം എല്ലാവരും ആദ്യാക്ഷരം പഠിച്ച നമ്മുടെ വിദ്യാലയം ഏതൊരു നാടിനെയും സാമൂഹികമായും സാംസ്കാരികമായുമുള്ള ഉയർച്ചയിൽ അവിടുത്തെ പൊതുവിദ്യാലയം, പ്രൈമറി വിദ്യാലയത്തിൻ്റെ പങ്ക് വളരെ നിർണായകമാണ്. 10-75 വർഷം പഴക്കമുള്ള നമ്മുടെ കമാലിയ സ്കൂൾ നമ്മുടെ വിദ്യാർത്ഥികളെ നൂതന കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സജ്ജമാക്കുന്നതിന് മാനേജ്മെൻറ്റും PTA-യും അധ്യാപകരും വളരെ നല്ല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുവദിച്ച 2 മൈനോറിറ്റി കോച്ചിങ് സെൻ്ററുകൾ അതിലൊന്ന് നേടിയെടുക്കാൻ നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫോർ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിലെ 29 സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡ് അനുവദിച്ചതിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് നമ്മുടെ സ്ഥാപനത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂൾ അവരുടെയും വളരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഈ ഉപഹാരം സ്പോൺസർ ചെയ്തത് കമാലിയ സ്കൂൾ PTA. California sunshine. നമ്മുടെ കമാലിയ സ്കൂളിൻ്റെ വാർഷിക കാര്യമായ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മുൻകാലത്ത് മാനേജറായി ഉണ്ടായിരുന്ന അബ്ദുൽ ഖാദർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കാരണം കണ്ണൂരിൽ നിന്ന് ഇവിടെ വരുന്ന വിഷമം പ്രയാസം ഓർത്തുകൊണ്ട് ഈ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതിന് നമ്മളോടൊക്കെ അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ
വിരമിക്കുന്നത് സന്തോഷമാണ്. പക്ഷേ നിങ്ങൾ സർ സയ്യിദ് കോളേജിൻ്റെ ആ പ്രസിഡന്റ് സ്ഥാനം പെട്ടെന്നൊന്നും രാജിവെക്കരുത്. പ്രായത്തിൻ്റെ എന്ത് പ്രയാസമുണ്ടായാലും. കാരണം നിങ്ങളുടെ പ്രായം ബഹുമാനിച്ച് മാത്രമാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഉണ്ടായാൽ ഈ ഇരിക്കൂറിന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്നത് നിങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. കാരണം നേരത്തെ പ്രൊഫസർ മേമി സാഹിബ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിനും അദ്ദേഹത്തിന് അതിനുശേഷം അവിടെ പ്രൊഫസറാകുന്നതിനും അതുപോലെ ഈ നാട്ടുകാരിൽ പലർക്കും അവിടെ പഠിക്കുന്നതിന് ഇന്ന് ബികോം മറ്റ് കോളേജിലുമൊക്കെ സീറ്റ് കിട്ടുവാൻ വളരെ പ്രയാസപ്പെടുമ്പോൾ ഇരിക്കൂറിന് ഏകാവലംബമായി അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിധിയിലുള്ള സീറ്റ് വാങ്ങിക്കൊടുക്കുന്നതിനും അതുപോലെ ഇരിക്കൂറിൽ എത്രയോ ആളുകൾക്ക് അവിടെ തൊഴിലും മറ്റു ജോലികളും ഒക്കെ നേടിക്കൊടുക്കുന്നതിനും നിങ്ങളുടെ ഈ നിങ്ങൾ ഉള്ള പോലെ മറ്റ് ഒരു സൗകര്യം കിട്ടില്ല. അത് നാട്ടിന് ഉപകാരപ്രദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്നും തുടരുന്നുണ്ട്. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. അന്ന് 4ഓളം തലമുറയുടെ കഥ പറയുന്ന ഒരു സ്കൂളാണ് ഈ കലാലയം. ഏകദേശം 75 കൊല്ലമായി ഈ സ്കൂൾ നടന്നു പോകുന്നത്. ഇതിൽ നിന്ന് പല പ്രഗത്ഭന്മാരും പഠിച്ചതും പല വഴിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാനേജ്മെൻറ്റ്, ഈ പുതിയ മാനേജ്മെൻറ്റ് വന്നപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അതോടുകൂടി PTA കൂടി വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. സ്റ്റാഫ് കൗൺസിലിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, അധ്യക്ഷ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ഫാത്തിമ, ഈ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ CH മേമി, സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ CC മായൻ ഹാജി, റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ ഹെഡ് മിസ്ട്രസ് P അനിത ടീച്ചർ, മുഖ്യപ്രഭാഷണം നടത്തിയ പത്രപ്രവർത്തകൻ ശ്രീ കാസിം V ഇരിക്കൂർ, സമ്മാനദാനം നിർവഹിച്ച ശ്രീ NV വാജിദ്, മെമ്പർ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത്, അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തിയ നമ്മുടെ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട KT അനസ്, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച മുൻ മാനേജർ ശ്രീ K അബ്ദുൽ ഖാദർ, ശ്രീ അബ്ദുൽ സലാം ഹാജി, ശ്രീ മുനീറുദ്ദീൻ, സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി കമാലിയ മദ്രസ UPS, ശ്രീ P അബ്ദുൽ സലാം, സദർ മുഅല്ലിം കമാലിയ മദ്രസ. ഈ വിദ്യാലയ വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മുടെ സ്കൂളിനോട് വിട പറയുന്ന ബഹുമാനപ്പെട്ട PET ശ്രീ AK വിനോദ് കുമാർ, ഹിന്ദി അധ്യാപിക പങ്കജാക്ഷി ടീച്ചർ, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ K ലക്ഷ്മൺ മാസ്റ്റർ, ബഹുമാനീയരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സഹപ്രവർത്തകരെ, അതിഗംഭീരമായ വാർഷിക വിളംബര ഘോഷയാത്രയെ തുടർന്ന് നമ്മുടെ ഈ വർഷത്തെ വാർഷികാഘോഷം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രൊഫസർ CH മേമി. വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും രണ്ടും കൂടി സമ്മേളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വിദ്യാലയത്തിനും അതിൻ്റെ വിദ്യാലയ വർഷത്തിൻ്റെ പര്യവസാനത്തിൽ ഇതുപോലുള്ള വാർഷികാഘോഷങ്ങൾ കുട്ടികളെയും പൊതുജനങ്ങളെയും രക്ഷിതാക്കളെയൊക്കെ ഏറെ വിനോദിപ്പിക്കുന്നതും വിദ്യാലയവുമായി ബന്ധപ്പെടാനുള്ള നല്ലൊരു മനസ്സ് സൃഷ്ടിക്കുന്നതുമാണ്. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ,
പ്രിയപ്പെട്ട കുട്ടികളെ, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സ്നേഹമുള്ള സഹപ്രവർത്തകർ, 1983 ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഈ വിദ്യാലയത്തിലെ കായികാധ്യാപകനായി ജോയിൻ ചെയ്തത്. അതിനു മുമ്പ് കൂടാളി ഹൈസ്കൂളിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 32 വർഷത്തെ സർവീസുമായാണ് ഞാൻ ഈ 31-ന് വിരമിക്കുന്നത്. ബഹുമാനപ്പെട്ട എച്ച്.എം., ബഹുമാനപ്പെട്ട മാനേജർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, കുട്ടികളെ, സഹപ്രവർത്തകരെ, ഞാൻ 2000-ലാണ് കമാലിയ സ്കൂളിൽ ഹിന്ദി അധ്യാപികയായി ചേർന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് യാതൊരു വിഷമതകളും ഉണ്ടായിട്ടില്ല. സഹപ്രവർത്തകരും എച്ച്.എം. എല്ലാം നല്ല നിലയിലാണ് പെരുമാറിയിരുന്നത്. കുട്ടികളാണെങ്കിൽ എന്നോട് സ്വന്തം കൂട്ടുകാരികളെ പോലെ എന്നും ചിരിച്ചും കളിച്ചും അത്രയും സ്നേഹത്തിലായിരുന്നു കുട്ടികൾ. ഇന്നലെ മുതലേ കുട്ടികൾക്ക് നോട്ടീസ് കിട്ടിയപ്പോൾ ഭയങ്കര സങ്കടവും കെട്ടിപ്പിടിച്ച് നമ്മളും ടീച്ചറെ കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വീണുപോയി. അത്രയും സ്നേഹത്തിലായിരുന്നു നമ്മൾ ഇവിടുത്തെ എച്ച്.എം., കുട്ടികളും സുഹൃത്തുക്കളും സഹപാഠികളും സഹപ്രവർത്തകരും എല്ലാം. നിങ്ങൾ എനിക്ക് നൽകിയ ഈ ഉപഹാരവും ഈ സാന്നിധ്യവും എൻ്റെ സ്വന്തം പേരിൽ നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. വേദിയിലെ ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, രക്ഷാകർത്താക്കളെ,